ചെന്നൈ സൂപ്പർ കിങ്സിനെ പറ്റി പറയുമ്പം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് വയസ്സൻ പട എന്നൊക്കെയുള്ള ഒരു ലേബൽ ചാർത്തി കൊടുക്കാറുണ്ട്. അതിന് ചില കാരണങ്ങളുമുണ്ട്. എന്നാൽ കഴിഞ്ഞ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം ബ്രെവിസിനെ ആണെങ്കിലും ആയുഷ് മാത്രയൊക്കെ ആണെങ്കിലും എത്തിച്ചിട്ട് ആ ഒരു മൂഡ് ചേഞ്ച് ആകുന്നു എന്ന് പറയുന്നൊരു ഫീല് നൽകിയതാണ്. എങ്കിൽ കൂടി വന്നിട്ടുള്ളൊരു ആക്ഷേപമാണ് അവരിപ്പോഴും ആ ഒരു ഓൾഡ് സ്റ്റൈലിലാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്. മിനി ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ അവരുടെ നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുമെന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അത് രണ്ട് യുവതാരങ്ങൾക്ക് വേണ്ടി, അതായത് അൺക്യാപ്ഡ് പ്ലെയേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രശാന്ത് വീർ ആൻഡ് കാർത്തിക് ശർമ്മ രണ്ട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള താരങ്ങളാണ്. ഈ താരങ്ങൾക്ക് വേണ്ടി മാത്രം ചെന്നൈ സൂപ്പർ കിങ്സ് സ്പെൻഡ് ചെയ്തത് 28,40,00,000 രൂപയാണ്. അതായത് ഇരു താരങ്ങൾക്കും 14,20,00,000 രൂപയാണ് മുടക്കിയത് എന്നുള്ളതാണ്. അതായത് ഒരു അൺക്യാപ്പ് പ്ലെയറിന് ഒരു IPL ഓപ്ഷനിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ തുകയാണ് ഈ രണ്ട് താരങ്ങൾക്കും ചെന്നൈ സൂപ്പർ കിങ്സ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രശാന്ത് വീറിലേക്ക് വരുന്നൊരു സമയത്ത് 20 വയസ്സുകാരനായിട്ടുള്ള ഉത്തർപ്രദേശിൽ ജനിച്ചിട്ടുള്ള ഒരു താരമാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് രവീന്ദ്ര ജഡേജ രാജസ്ഥാനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മുമ്പൊക്കെ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന ഒരു 7, 6, 8 അങ്ങനത്തെ പൊസിഷനിലൊക്കെ ഒരു ലോവർ ഓർഡർ ഒരു ഫിനിഷർ എന്ന നിലയിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറും ഒരു സ്പിന്നർ എന്ന ലെവലിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറെ ചെന്നൈ സൂപ്പർ കിങ്സിന് ആവശ്യമാണ് എന്നുള്ളത്. അപ്പം അവിടെയാണ് CSK പ്രശാന്ത് വീർ എന്ന് പറയുന്ന ഈ ഒരു യുവതാരത്തെ അൺക്യാപ്ഡ് പ്ലെയറെ ഇത്രയും വലിയൊരു തുക കൊടുത്ത് സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. ബേസ് പ്രൈസ് ആയിട്ടുള്ള 30 ലക്ഷത്തിൽ നിന്നാണ് 14,20,00,000 വരെ എന്ന് പറയുന്ന ഒരു ലെവൽ ചെന്നൈ സൂപ്പർ കിങ്സ് എത്തുകയും അങ്ങനത്തെ ഒരു തുകയ്ക്ക് താരത്തെ സ്വന്തമാക്കുകയും ചെയ്യുന്നത്. UP T20 ലീഗിൽ നോയിഡ സൂപ്പർ കിങ്സിന് വേണ്ടി 10 മത്സരങ്ങളിൽ നിന്ന് 320 റൺസ് 8 വിക്കറ്റ്സാണ് താരം സ്വന്തമാക്കിയുള്ളത്. സ്ട്രൈക്ക് റേറ്റ് 155.34. അതുപോലെ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹം 112 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ സ്ട്രൈക്ക് റേറ്റ് 170 9 വിക്കറ്റുകൾ. എക്കോണമിയും വളരെ മികച്ചതാണ്, 6.76 മാത്രമാണുള്ളത്. നല്ല എക്കോണമിയിൽ വിക്കറ്റ്സ് നേടാനും അതുപോലെ നല്ലൊരു ഹാർഡ് ഹിറ്റിംഗ് ഇങ്ങനത്തെയൊക്കെ കേപ്പബിലിറ്റീസ് ഉണ്ട്. നല്ലൊരു ഫീൽഡർ കൂടിയാണ്. അപ്പം എന്തുകൊണ്ടും നമ്മൾ രവീന്ദ്ര ജഡേജയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ പകരക്കാരൻ എന്ന നിലയിൽ തന്നെ പറയാം. പക്ഷേ ഒരു വലിയ തുകയൊക്കെ കൊടുത്ത് എത്തിക്കുന്നത് കൊണ്ട് തന്നെ അവർ എക്സ്പെക്റ്റേഷൻസും ഹൈ ആയിരിക്കും. അതിന് അനുസരിച്ച്, കാരണം നമ്മൾ പല പ്ലേയേഴ്സിൻ്റെയും കാര്യത്തിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, വലിയ എമൗണ്ട് കൊണ്ടിട്ട് പിന്നെ ഡിസപ്പോയിൻറ്റഡ്. അപ്പം അങ്ങനത്തെ പ്രഷറൊന്നും വരാതെ നല്ല പെർഫോമൻസ് നടത്താൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും ടീമിലൊരു ഇടം ഉണ്ടാകാനുള്ള സാധ്യതകൾ തന്നെയാണ്, 11ൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതൽ. അപ്പം അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. ഇനി അടുത്ത താരം കാർത്തിക് ശർമ്മയാണ്. 19 വയസ്സുകാരനായിട്ടുള്ള രാജസ്ഥാനിൽ ജനിച്ചിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ളൊരു താരമാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പം സ്ട്രീറ്റ് ക്രിക്കറ്റൊക്കെ കളിച്ച് നടന്ന് പിന്നീട് രാജസ്ഥാനിലെ ലോക്കൽ അക്കാഡമീസിലൊക്കെ എത്തി. അതിനുശേഷം രാജസ്ഥാൻ്റെ അണ്ടർ 14 അതുപോലെ അണ്ടർ 16 അണ്ടർ 19 ഒക്കെ കളിച്ചിട്ട് പിന്നീടാണ് സീനിയർ ടീമിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത് രാജസ്ഥാൻ്റെ. എന്നാലും വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയായിട്ടുള്ള ഈ ഒരു താരത്തിൻ്റെ ഒരു ഫേവറേറ്റ് താരം തന്നെയാണ് MS ധോണി. അപ്പോൾ MS ധോണിയുടെ CSKയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതും ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ലാസ്റ്റ് സീസണിൽ 11 മാച്ചസിൽ അദ്ദേഹത്തിന് 334 റൺസ്, അതായത് 164 സ്ട്രൈക്ക് റേറ്റിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ 28 സിക്സസാണ് അതിലടിച്ചിട്ടുള്ളത്. അതുപോലെ പഞ്ചാബ് T20യിൽ 2024 സീസണിൽ 10 മാച്ചസിൽ നിന്ന് 457 റൺസ് 168 സ്ട്രൈക്ക് റേറ്റിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല നമ്പേഴ്സ് എന്ന് തന്നെ പറയാം. അതുപോലെ രഞ്ജിയിൽ ഡെബ്യൂ മാച്ചിൽ ഉത്തരാഖണ്ഡിനെതിരെ സെഞ്ചുറി അടിച്ചിട്ടൊക്കെ ഒരു തുടങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിവേ വിക്കറ്റ് കീപ്പേഴ്സ് എന്ന നിലയിൽ CSKയിൽ MS ധോണി ഉണ്ട്, സഞ്ജു സാംസൺ ഉണ്ട്, ഉർവിൽ പട്ടേലുണ്ട്. ഇങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ വരാൻ പോകുന്ന സീസണിൽ എത്രത്തോളം അവസരങ്ങൾ അദ്ദേഹത്തിനായിട്ടുണ്ട് എന്നുള്ള കാര്യത്തില്ല. പക്ഷേ ഒരു ഫ്യൂച്ചറിലൊരു പ്ലെയർ എന്ന നിലയിൽ സെറ്റ് ചെയ്ത് കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലായിരിക്കും ഉണ്ടാകുക. പിന്നെ ഇദ്ദേഹം മുമ്പ് CSKയിൽ ട്രയൽസിന് വന്ന് ഇമ്പ്രസ് ആയിട്ടുള്ള പ്ലെയർ ആണ് എന്ന് പറയുന്നൊരു വാർത്തകളൊക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിവേ ഒരു യങ്സ്റ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന് എങ്ങനെ ഈ ഒരു സീസണിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. ഫ്യൂച്ചറിൽ എന്താണെങ്കിലും മിന്നിത്തിളങ്ങാൻ സാധ്യതയുള്ള താരമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ്.